എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് നടന്ന എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് KFDC 2017 നടന്ന എക്സാമിൻ്റെ 20 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കാത്തത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം പഠിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് തെറ്റിക്കാതെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറേഞ്ചിങ് ഓഫ് ഡാറ്റ ഇൻ എ ലോജിക്കൽ സീക്വൻസ് ഈസ് കോൾഡ്. ദ അറേഞ്ചിങ് ഓഫ് ഡാറ്റ ഇൻ എ ലോജിക്കൽ സീക്വൻസ് ഈസ് കോൾഡ്. അതായത് ഒരു കുറച്ച് ഡാറ്റേനെ ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യുന്നതിന് എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോർട്ടിങ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ദ അറേഞ്ചിങ് ഓഫ് ഡാറ്റ ഇൻ എ ലോജിക്കൽ സീക്വൻസ് ഈസ് കോൾഡ് സോർട്ടിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലോക്ക് ആരോസ്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, callouts ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ്. ബ്ലോക്ക് ആരോസ്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, callouts ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഓട്ടോ ഷേപ്പ് കാറ്റഗറീസ്. അതായത് ഓട്ടോ ഷേപ്സ് കാറ്റഗറീസിൽ പെടുന്നതാണ് ബ്ലോക്ക് ആരോസ്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, callouts തുടങ്ങിയവ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേർഡ് പ്രോസസ്സിംഗ് ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് എ ഡോക്യുമെൻറ്റ് ഈസ്. ദ വേർഡ് പ്രോസസ്സിംഗ് ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് എ ഡോക്യുമെൻറ്റ് ഈസ് ഫോർമാറ്റിംഗ്. ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് പ്രോസസ്സിംഗ് ടാസ്ക്കാണ്. അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് പ്രോസസ്സിംഗ് ടാസ്ക്കാണ് ഫോർമാറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈസ് കമ്പ്യൂട്ടർ കീബോർഡ്. കമ്പ്യൂട്ടർ കീബോർഡ് എന്ന് പറയുന്നത് എന്ത് തരം ഡിവൈസാണ്? ഇൻപുട്ട് ഡിവൈസാണ്. കമ്പ്യൂട്ടർ കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിലെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസായിട്ട് വരുന്നത് കീബോർഡും പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസായിട്ട് വരുന്നത് മോണിറ്ററുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വുഡ് യു ചൂസ് ടു സേവ് എ ഡോക്യുമെൻറ്റ് വിത്ത് എ ന്യൂ നെയിം ഇൻ MS Word 2007. അതായത് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് ഒരു ഡോക്യുമെൻറ്റിനെ പുതിയ പേരിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് MS Word 2007 സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഓഫീസ് ബട്ടൺ സേവ് ആസ്. അപ്പോൾ ഓഫീസ് ബട്ടൺ സേവ് ആസ് എന്നുള്ള ഓപ്ഷനാണ് ഒരു ഡോക്യുമെൻറ്റിനെ പുതിയ നെയിമിൽ MS Word 2007 സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ. സേവ് എന്ന് പറയുമ്പോൾ അവിടെ പുതിയ പേരിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. പുതിയ പേരിൽ സേവ് ചെയ്യാൻ, പുതിയ പേര് അല്ലെങ്കിൽ പുതിയ എക്സ്റ്റൻഷനിലൊക്കെ പുതിയ ലൊക്കേഷനിലൊക്കെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഐറ്റം അപ്പിയേഴ്സ് ഡിംലി ബിഹൈൻഡ് ദ മെയിൻ ബോഡി ടെക്സ്റ്റ്. വിച്ച് ഐറ്റം അപ്പിയേഴ്സ് ഡിംലി ബിഹൈൻഡ് ദ മെയിൻ ബോഡി ടെക്സ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യനാണ് ഇത്. ആൻസർ, വാട്ടർമാർക്കാണ്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ഡോക്യുമെൻറ്റ്, മെയിൻ ബോഡി ടെക്സ്റ്റിൻ്റെ പുറകിലായിട്ട് ഡിമ്മായിട്ട് വരുന്ന ഐറ്റത്തിനെയാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻറ്റഡ് ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള പ്രിൻറ്റഡ് ഔട്ട്പുട്ടിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഹാർഡ് കോപ്പിയാണ്. ഹാർഡ് കോപ്പിയാണ് ഒരു പ്രിൻറ്റഡ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള പ്രിൻറ്റഡ് ഔട്ട്പുട്ടിനെ ഹാർഡ് കോപ്പി എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസ് ഫോണ്ട് സൈസ് ഇൻ എ സെലക്റ്റഡ് ടെക്സ്റ്റ്. അതായത് ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, Ctrl+Shift+ ഇൻക്രീസ് സിമ്പിളാണ്. അപ്പോൾ സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+ increase sign. Next question, which language does MS Word use to create macros. Macros create ചെയ്യാൻ വേണ്ടിയിട്ട് MS Word ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, വിഷ്വൽ ബേസിക് ആണ്. അപ്പോൾ MS Word മാക്രോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് വിഷ്വൽ ബേസിക്.
അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ മോണിറ്റർ ഈസ് ഓൾസോ നോൺ ആസ്. കമ്പ്യൂട്ടർ മോണിറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് VDU. VDUവിൻ്റെ ഫുൾ ഫോം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ് കമ്പ്യൂട്ടർ മോണിറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേര്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ദ പെർമനൻറ്റ് മെമ്മറി ബിൽറ്റ് ഇൻ ടു എ കമ്പ്യൂട്ടർ. താഴെ പറയുന്നവയിൽ പെർമനൻറ്റ് മെമ്മറി ബിൽറ്റ് ഇൻ ടു ഒരു കമ്പ്യൂട്ടറിലേക്ക് ബിൽറ്റ് ചെയ്തിരിക്കുന്ന പെർമനൻറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോം ആണ്. റോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഗിവ് ദ ഇൻഫർമേഷൻ അബൌട്ട് നമ്പർ ഓഫ് പേജസ്, പ്രസൻറ്റ് പേജ് നമ്പർ, കഴ്സർ പൊസിഷൻ ഇൻ എ പേജ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് സ്റ്റാറ്റസ് ബാർ ആണ്. അപ്പോൾ സ്റ്റാറ്റസ് ബാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് നമ്പർ ഓഫ് പേജസ്, പ്രസൻറ്റ് പേജ് നമ്പർ, കഴ്സറിൻ്റെ അപ്പോഴുള്ള പൊസിഷൻ എന്നിവ അറിയാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ ദ ഡീഫോൾട്ട് ലാംഗ്വേജ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ്. ദ ഡീഫോൾട്ട് ലാംഗ്വേജ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ്. ആൻസർ USA ഇംഗ്ലീഷ് ആണ്. USA ഇംഗ്ലീഷ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കീ ഡിലീറ്റ്സ് ദ ക്യാരക്ടേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ. വിച്ച് കീ ഡിലീറ്റ്സ് ദ ക്യാരക്ടേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ബാക്ക് സ്പേസ് ആണ്. അപ്പം ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു കീ ആണ് കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയം ഡിലീറ്റ് കീ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടും മാറിപ്പോരുത്, രണ്ടും പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡിൽ ഓഫ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡിൽ ഓഫ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ഈസ് നോൺ ആസ് സ്ട്രൈക്ക് ത്രൂ. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ മധ്യത്തിലൂടെ ഒരു ലൈന് വരുന്നതിനെയാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഓഡ് മാൻ ഔട്ട്. ഞാൻ ഓപ്ഷൻസ് പറയാം. മൗസ്, പ്രിൻറ്റർ, മോണിറ്റർ, പ്ലോട്ടർ. മൗസ്, പ്രിൻറ്റർ, മോണിറ്റർ, പ്ലോട്ടർ. ആൻസർ മൗസാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ടാബ്ലോയിഡ് ലീഗൽ ലെറ്റർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഓപ്ഷൻ. ടാബ്ലോയിഡ് ലീഗൽ ലെറ്റർ എന്നിവ ഏത് ഓപ്ഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പേപ്പർ സൈസ് ആണ്. പേപ്പർ സൈസ് ആണ് ടാബ്ലോയിഡ്, ലീഗൽ ലെറ്റർ തുടങ്ങിയവ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഷോർട്ട് കട്ട് കീ യൂസ് ടു അൺഡു ദ ഡോക്യുമെൻറ്റ്. ആൻസർ Ctrl+Z. അനദർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇൻ വിച്ച് ഷോർട്ട് കട്ട് കീ യൂസ് ടു undo the document. Ctrl+Z. അടുത്ത ക്വസ്റ്റ്യൻ എ പെരിഫറൽ വിച്ച് ഈസ് യൂസ് ടു ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് സെൻഡ് ഇറ്റ് ടു പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് കോൾഡ്. ഇൻപുട്ട് ഡിവൈസസ് ആണ്. എ പെരിഫറൽ വിച്ച് ഈസ് യൂസ് ടു ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് സെൻഡ് ഇറ്റ് ടു പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് കോൾഡ് ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു പെരിഫറലാണ്, ഒരു ഉപകരണമാണ്. അത് ഇൻപുട്ട് ഡിവൈസസിൽ നിന്നും ഡാറ്റ അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് അത് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി ഡിലീറ്റഡ് ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ. റീസെൻ്റ്ലി ഡിലീറ്റഡ് ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ റീസൈക്കിൾ ബിൻ. റീസൈക്കിൾ ബിന്നിൽ നമ്മൾ ഇപ്പോൾ അടുത്തായിട്ട് ഡിലീറ്റ് ചെയ്ത ഫയൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു ഫയലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാറ്റയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ആവില്ല. അത് റീസൈക്കിൾ ബിന്നിലാണ് പോവുക. റീസൈക്കിൾ ബിന്നിൽ നിന്നും പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. Thanks for watching. Have a nice day.